എൻ്റെ സാലറി കുറവായതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അത്രയും സാലറി കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല, എന്തുകൊണ്ടാണ് തികയാത്തത്? ആ ഒരു ക്യാഷ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് അറിയാത്തത് കൊണ്ടാണ് മെയിനായിട്ട്. അതെ അതെ, ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു യൂത്തിനെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ഒരു 18 വയസ്സ് തൊട്ടിട്ട് ഒരു 20-25 വയസ്സായിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്ക് ചെയ്യാം? ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും, സേവിങ്സ് മൊത്തം പോകും. സോ യെസ്, വെൽക്കം അഗെയിൻ നമ്മുടെ സ്റ്റൂ കാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫൈനാൻഷ്യൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ജിഷ്ണു സാർ തന്നെയാണ് നമ്മളെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്, അതൊരു എന്താ പറയുക, വളരെ റയറായിട്ടോ അല്ലെങ്കിൽ യുണീക്കായിട്ടൊരു ടോപ്പിക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം എല്ലാവരുടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ഞങ്ങൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നി ഈ പറയുന്ന പോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം ജിഷു സാറേ, നമ്മളെ ആൾക്കാരുടെ ഒരു കോമൺ ചിന്താഗതിയാണ്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ്, എൻ്റെ സാലറി കുറവായതുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെ അടുത്ത് എങ്ങനെയായിരിക്കും ജിഷ്ണു സാർ റെസ്പോണ്ട് ചെയ്യാൻ? ഇത് നമ്മളുടെ ഫഹദ് ഫാസിൽ പറയുന്ന പോലെ ക്യാഷ് ഉള്ളവൻ ആണ് ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് വളരെ തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ ഒരുപാട് പേര് ബിസിനസ് സീറോയിൽ നിന്നും തുടങ്ങി വന്നിട്ട് വലിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റുകളിൽ എത്തിയിട്ടുള്ള പല ആളുകളുണ്ടെന്ന്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്, എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ UAE വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ജോലി ചെയ്യുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ 1500 തൊട്ടിട്ട് സാലറി മേടിച്ച് 1 ലക്ഷം വരെ സാലറി മേടിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്യാഷ് $20,000-$50,000 അല്ലെങ്കിൽ ദർഹംസ് കിട്ടുന്നവർക്ക് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ചെറിയ സീറോയിൽ നിന്നും തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല പ്രോഗ്രാമുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഗോൾഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ, അപ്പോൾ അത് നമുക്ക് നാട്ടിലത്തത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും 50 രൂപ വെച്ചിട്ട് ഡെയിലി കൊടുത്തു പോകുന്ന ഇതുണ്ട്. അപ്പോൾ അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ 1000-10,000 തന്നെ ചെയ്യുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള വിഷയം, മനസ്സിലായല്ലേ? ഒരു 1500 കിട്ടുന്ന ഒരാൾക്ക് അതിൽ നിന്ന് ഒരു 100 രൂപ, ഒരു 100 ദർഹം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ആരും അതിന് റെഡി അല്ല. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുന്നത്. എല്ലാവരും വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണെന്നല്ലാണ്ട് എത്രത്തോളം വർഷം ഇവിടെ നിന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര സേവ് ചെയ്തോ എന്നുള്ളതൊന്നും നോക്കില്ല, ചിന്തിക്കുന്നില്ല. അത് ഇപ്പോഴും ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും സാലറി കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്ന ക്യാഷ് തികയുന്നില്ല, എന്തുകൊണ്ടാണ് തികയാത്തത്? ആ ഒരു ക്യാഷ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് അറിയാത്തത് കൊണ്ടാണ് മെയിനായിട്ട്. അതെ അതെ, ബേസിക്കലി ആർക്കും ആ ഫണ്ട് എങ്ങനെ ഫിനാൻഷ്യലി ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ സീറോ ഉള്ള ആളുകൾ പോലും ഇന്ന് ഡിജിറ്റലി ആയിട്ട് ഇത്രയും വളർന്നിട്ടുള്ള ഒരു മേഖലയിൽ നമുക്ക് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പരാജയമായിട്ടാണ് മാറുന്നത് കേട്ടോ. കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ പല സ്റ്റുഡൻസ് തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റ്, ഇപ്പോൾ ട്രേഡിംഗ് അല്ലാണ്ട് തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഇപ്പോൾ നൂണ് അതുപോലെ തന്നെ ആമസോൺ വഴിയൊക്കെ തന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് അത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അവിടെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നും വരുന്നില്ല. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീച്ചിങ്ങിന് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ, സ്കില്ലിന് വേണ്ടി കൊടുക്കുന്ന ഒരു. അപ്പം നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോറക്സിലേക്കോ മറ്റ് ഇവിടുത്തെ സ്റ്റോക്കിലേക്കോ ഒന്നും വരേണ്ട കാര്യമില്ല. അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ SIP, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് SIP എന്നൊക്കെ പറയുന്നത്. ഏത് സാധാരണക്കാരനും 1000 രൂപ ഇട്ട് തുടങ്ങുക എന്ന് പറയുന്നത് 1000 വേണ്ട, 100 മിനിമം 100 ഉള്ളതുണ്ട്, 500-നുണ്ട്, 1000-നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഇറങ്ങാത്തത് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ സ്മൂത്തിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു 1 ഇയറിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ ഇന്ന് ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് വലിയൊരു എമൗണ്ടിലേക്ക് എത്തുന്നത്, മനസ്സിലായില്ല? കോമ്പൗണ്ടിങ് തന്നെയാണ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് എന്താ പറയാ, ഒരു പെട്ടെന്ന് കാശ് ഇറക്കി പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് അധികം ഉള്ളത്. മൈൻഡ് സെറ്റ് അതാണ്. ഇപ്പോൾ ക്യാഷ്
ക്യാഷ് ഉള്ളവൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അധികം മൈൻഡ് സെറ്റ് അങ്ങനെയാണ് വരുന്നത്. ഇത് ഏറ്റവും കൂടുതലുള്ള ആളുകൾ ആരാന്നറിയോ? മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മിഡിൽ ക്ലാസ്സുകാരൻ എപ്പോഴും ആ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ തന്നെ നിൽക്കുന്നത്. അതിൽ നിന്നും പുറത്ത് കിടക്കുന്ന ആളുകളൊക്കെ മാറി ചിന്തിച്ചിട്ടുള്ളവർ മാത്രമാണ്, അല്ലാത്തവർ അവിടെ സ്റ്റക്കാണ്. എൻഡ് ഓഫ് ദ ഡേ കാശല്ല അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്നത്, മൈൻഡ് സെറ്റ് മാത്രമാണ്. ഏതൊരു ചെറിയ സാലറി മേടിക്കുന്ന ഒരാൾക്കും ഞാൻ പറയുമ്പോൾ നിർബന്ധമായിട്ടും, കാരണം നമ്മളുടെ പേരൻസൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റിയിരുന്നു. പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരു സിറ്റുവേഷനാണ്. നാളെ അതിനെക്കാട്ടിൽ ഡബിൾ സിറ്റുവേഷൻസിലേക്കാണ് നമ്മൾ പോവുക, മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ സാലറി മേടിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പോഴും പറയുന്നത് നമ്മളുടെ ചെറിയ സാലറിയിൽ മേടിക്കുന്ന നമ്മളൊക്കെ ജീവിച്ച് വന്നിട്ടുള്ള സാധാരണക്കാരെന്നുള്ള പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ എന്തായാലും ഇപ്പോൾ ഒരു 100 രൂപയെങ്കിലോ ഒരു 100 ദിർഹമെങ്കിലും മാറ്റി വെച്ച് തുടങ്ങണം എന്നുള്ളതാണ് പറയാൻ. അതെ, നമ്മളൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ പറയാ, മുന്നോട്ടേക്ക് ചെയ്യാം, അങ്ങോട്ടേക്ക് ചെയ്യാം, കിട്ടുന്ന ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യാം, കൂടുതലാക്കി കൊണ്ടുപോകാം. അല്ലാതെ നമ്മളിപ്പോ ഇന്ത്യയിൽ കാശില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ അതില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസസ് പറഞ്ഞ് എന്താ പറയാ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ. അപ്പം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇന്നിപ്പോൾ വലിയ കോഴ്സായിട്ട് തന്നെ എടുത്ത് പഠിക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ ക്യാഷ് ഇപ്പോൾ ഫീസ് കൊടുത്ത് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളെടുത്താണെങ്കിൽ പോലും പേഴ്സണലി ഇപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാവുന്നുള്ളൂ, ഇന്ന സ്റ്റോക്ക് ഇത്ര രൂപയ്ക്ക് ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഇതിൽ SIP സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളൊന്നും ഫീസോ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. അതൊക്കെ നമുക്ക് നമ്മളുടെ ഓഡിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻ്റ് അതായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഡെമോ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ പോലും അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരോടും പറയുന്ന 3 ഇൻകം തന്നെയാണ്. ഒന്ന് സാലറി ഓൾറെഡി വരുന്നുള്ളതും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ലാണെന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഈ ക്യാഷ് നമുക്ക് വേണ്ടി പണിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു അതെ പാസീവ് ഇൻകം വരുന്നത്, അതാണ് ശരിക്കും നമ്മളെ ഇൻവെസ്റ്റ്മെന്റ്. അത് തുടങ്ങാത്തോളം കാലം നമ്മൾ സെക്യൂർഡ് എന്ന് പറയാൻ ആവില്ല. അപ്പോൾ എത്ര പെട്ടെന്ന് പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാന്ന് മാത്രം. അതെ, ഇപ്പൊ UAE തന്നെ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ പല ആൾക്കാരും നാട്ടിൽ നിന്ന് UAE കയറി വരുന്നത് കൂടുതൽ സാലറിക്ക് വേണ്ടിയിട്ടാണ്, കൂടുതൽ ഫൈനാൻഷ്യലി സെറ്റിൽ ആവണം. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഗൾഫിൽ വന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വീട് വെച്ചിട്ടുണ്ട്, അല്ല നമുക്കൊരു നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് ഗൾഫിൽ. പക്ഷേ അധികം ആൾക്കാരും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാലറി എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം എന്ന് അറിയാത്ത ആൾക്കാർ 50-60 വയസ്സ് വരെ ഇവിടെ പണിയെടുക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ആക്ഷൻ എടുത്ത് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് എടുത്ത റിസ്ക് എടുത്തവർ അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. അതെ, ആ ഒരു സേഫ് ആയിട്ട് കംഫർട്ട് സോണിൽ പോകുന്ന ആളുകളൊന്നും നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കില്ല. എപ്പോഴും ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ മതിയാവും, മനസ്സിലായില്ലേ? അപ്പോൾ അതും ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ മറ്റു ഇൻവെസ്റ്റ്മെന്റുകൾ ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ ഒരുപാട് ഇപ്പം അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി അവിടെ ഒരു മ്യൂച്വൽ ഫണ്ട്സ് ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ കേൾക്കുന്ന പലരും ഇതുപോലും സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയുന്നത്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 100 രൂപ അല്ല, നാട്ടിലത്തെ 100 രൂപ വെച്ചിട്ടെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് അത്രേ ചെയ്യാനുള്ളൂ. അത് സ്റ്റാർട്ട് ചെയ്തോ പിന്നെ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ സാലറി വേണം, എനിക്ക് 2000, 3000, 4000 ദിർഹം സാലറി വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും മാറ്റി വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ 2026 കൂടെയാണ് വരുന്ന ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് എന്നുള്ള ലെവലിലെങ്കിലും എന്ത് ചെയ്യണം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെടി നടുന്ന വരെയാണ്. അത് നമ്മൾ പ്ലാന്റ് ചെയ്ത് അതെന്തായാലും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ലെറ്റ്സ് എനിക്കിപ്പോൾ ഒരു 30 വയസ്സായി, ഞാൻ ആ ഒരു മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു, 100 രൂപയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി എൻ്റെ ഒരു 5 to 10 years കൊണ്ട് അത് വലിയൊരു കോർപ്പസ് എമൗണ്ട് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അടുത്ത ജനറേഷനിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ലോണ് ഡെപ്റ്റ് കൊടുക്കുന്നതിൻ്റെ പകരം അവർക്ക് ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ കാലഘട്ടത്തിലേക്ക് അവരൊരു 20-30 വയസ്സാകുമ്പോഴത്തേക്ക് അതൊരു കോർപ്പസായി മാറും. അതെ, കോമ്പൗണ്ടിങ് തന്നെയാണത്. നമ്മൾ ചെറുതിൽ നിന്നും തുടങ്ങി ഇങ്ങനെ വലിയൊരു എമൗണ്ടിലേക്ക് എത്തുന്നതാണത്. അപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ആരും ചെയ്യാത്തത്. മാക്സിമം ഈ ഒരു 26 ആവുന്നതിന് മുമ്പ് നമ്മളുടെ ഒരു ഗോളായിട്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒരു ഏജ് കാറ്റഗറൈസേഷൻ ഉണ്ട് അല്ലേ? അതായത് ഇപ്പോൾ ലെറ്റ്സ് ഒരു സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതികളും അതേമാതിരി തന്നെ യങ്
ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് രണ്ട് പെർസ്പെക്റ്റീവിലായിരിക്കണം, എസ്പെഷ്യലി റിസ്ക് കൺസേൺസ് വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ ഒരു യൂത്തിനെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ഒരു 18 വയസ്സ് തൊട്ടിട്ട് ഒരു 20-25 വയസ്സായിട്ടുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അവർക്ക് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റുകളിൽ ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ റിട്ടയർഡ് ഒക്കെ ആവാൻ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലൊക്കെ പ്ലാൻ മാറും, മനസ്സിലായി. ഇപ്പോൾ യൂത്ത് ബേസ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതും 1 വർഷത്തിന് 2 വർഷത്തിനായിട്ടല്ല, 10 വർഷത്തേക്ക് 25 വർഷത്തേക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം, മനസ്സിലായി. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തിന് ശേഷം ടാക്സബിളൊക്കെ ആയിട്ട് ടാക്സ് ഫ്രീ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന ആളുകൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡിങ് പഠിച്ചിട്ട് ബിസിനസ്സായിട്ട് തന്നെ അത് കൊണ്ടുപോകുക എന്നുള്ളത്, മനസ്സിലായില്ല. അപ്പോൾ അത് കോഴ്സൊക്കെ ആയിട്ട് എടുത്ത് ടെക്നിക്കലി ഒന്ന് നല്ല രീതിയിലിരുന്ന് പഠിച്ചിട്ട് വേണം അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഇൻവെസ്റ്റ്മെൻറ്റ് വരും. മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, അത് ലോങ് ടൈമാണ്, നമ്മൾ എടുത്ത് നോക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ട്രഡീഷണൽ ബിസിനസ്, അതായത് ഇപ്പോൾ അവരൊരു സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തണം, മനസ്സിലായില്ല. ഇപ്പോൾ ഒരു ചായക്കട തുടങ്ങുന്നത്, ഇപ്പോൾ നമ്മൾ പല ആളുകളും ചായക്കട തുടങ്ങിയിട്ട് ലക്ഷങ്ങളും കോടികളും ഇപ്പോൾ സമൂസ വിറ്റിട്ട് 1 ലക്ഷം ഉണ്ടാക്കുന്ന ആളുകളെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ട്രഡീഷണൽ ബിസിനസ് അത് ഫെയിൽ ആവേണ്ടിയിരിക്കും, നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവരുടെ സ്കില്ല് നോക്കിയിട്ട്, ഏതാണ് ആ സ്കില്ല് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ലൊക്കേഷനും കാര്യങ്ങളും നോക്കിയതിനു ശേഷം ട്രഡീഷണൽ ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർബന്ധമായിട്ടും ഒരു വട്ടമെങ്കിലും ഏതൊരു മനുഷ്യനും ട്രൈ ചെയ്യേണ്ട സംഭവമാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഡിജിറ്റലും ചെയ്യാൻ പറ്റും, ട്രഡീഷണൽ ആയിട്ടും ചെയ്യാൻ പറ്റും യൂത്ത് എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിനൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഗ്രോത്തിൽ പോകുന്ന സ്റ്റോക്കുകളുണ്ട്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലോങ് ടൈമിലേക്ക്, 10 വർഷത്തേക്കൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇപ്പോൾ ഒരു ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 20, 30, 35 വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരിപ്പോൾ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പെൻസസ് വരുന്നത് ഇവരുടെ റെൻറ്റ്, അതേമാതിരി തന്നെ ഫുഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ രണ്ടാൾക്കും ഒരു എന്താ പറയുക, ഇപ്പോൾ ഹസ്ബൻഡും ഉണ്ട് വൈഫും ഉണ്ട്, 2 പേർക്കും കൂടി ഒരു മ്യൂച്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? അത് 2 പേർക്കും കൂടി എന്തെങ്കിലും ഒരു ഗോൾഡോ അല്ലെങ്കിൽ മ്യൂച്വലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ വരുന്നത് നമ്മളുടെ മക്കളെ മാത്രമായിരിക്കും നമ്മളെ മൈൻഡിലേക്ക് വരിക. ആഫ്റ്റർ ഒരു 80 ഇയറിന് ശേഷം 20 ഇയറിന് ശേഷം നമുക്ക് മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതായിരിക്കും എപ്പോഴും ഒരു പേരൻസ് ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അവർ മാരീഡ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരു 30 മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു 20 ഇയറിലേക്കുള്ള പ്ലാനുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നും ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി ഇൻവെസ്റ്റ്മെൻറ്റുകൾ പലത് വരാറുണ്ട്. പിന്നെ പ്രധാനമന്ത്രിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ അറിയാണ്ട് പോകുന്നതും പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരുടെ സ്ഥലത്തുള്ള ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. SBIന്റെ അതേമാതിരി തന്നെ ഒരു പെൻഷൻ പ്ലാൻ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, പ്രീമിയം പെൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. പിന്നെ ഇവർ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 10 ഇയർ 20 ഇയറിനൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നത് തന്നെയാണ്. അതൊക്കെ നമുക്ക് ഈ സെയിം കാറ്റഗറിയിലത്തെ ടീംസിനെ പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളാണ്. ഇൻഷുറൻസുകൾ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ എത്ര ക്യാഷ് ഉണ്ടാക്കിയാലും കാര്യമില്ല, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സേവിങ്സ് മൊത്തം പോകും, മനസ്സിലായില്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, ലൈഫിനെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പറയുന്ന പോലെ തന്നെ ലൈഫിനെ ഒരു പ്രൊട്ടക്ഷനായിട്ട് എന്ത് ചെയ്യണം, ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ടേം ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ടേം ഇൻഷുറൻസിൻ്റെ കൂടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് ചെയ്യുന്ന കുറേ പദ്ധതികളുണ്ട്, ഇതെല്ലാം അവൈലബിൾ ആണ്, മനസ്സിലായില്ലേ. എന്ത് വേണോ എന്ന് അതൊക്കെ കിട്ടും. അത് ആൾക്കാർക്ക് ഏറ്റവും വലിയ കൺസേൺ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അധികം ആൾക്കാരും ഇൻഷുറൻസ് എടുക്കാത്ത കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഓവർ ഏജ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് അതൊരു ചെലവായിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷെ അത് എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്തോ അത്രത്തോളം ലെസ് എക്സ്പെൻസീവ് ആണ്. അത് ഓരോ ഏജ് കഴിയുന്തോറും ഇത് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, 3 ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ 3 സംഭവങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ട്, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് വേണ്ടതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്.
പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരാൾ കോമൺ ആയിട്ട് ചെയ്യേണ്ട ആളുകളാണ്. ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 1,00,000 ഒന്നും നമുക്ക് സാലറി വേണമെന്നില്ല. 10,000 കിട്ടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 1,500 ദർഹം മേടിക്കുന്ന ആളാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ല? അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവും. വലിയ പ്ലാനുകൾ പോയി എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പ്ലാനുകൾ ഉണ്ടാവും. അത് ഇൻവെസ്റ്റ്മെന്റ്, അതെ, ചെറിയ രീതിയിൽ കവർ ചെയ്യുന്ന പല പ്ലാനുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ ഐ ഗെസ് സ്റ്റാർട്ടിങ് 3 lakhs 5 lakhs അങ്ങനെ കവറേജ് അവർ തരുന്നത്. അതിന് ആനുവലി തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 25-28 പ്രായമുള്ള ആൾക്കാർക്ക് ഒരു 500 രൂപയ്ക്ക് ആനുവലി വരുന്നുള്ളൂ. അതെ, പലതുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിൻ്റെ ഇപ്പോൾ നാട്ടിലത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിൻ്റെ ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകളാണ് വരുന്നത്. ആർക്കും അറിയില്ല, അല്ലെങ്കിൽ ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്നുള്ളത്, അന്വേഷിക്കുന്നില്ല ഒന്നാമത്. അതാണ് ഒന്നാമത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും തുടങ്ങുക എന്നുള്ളതാണ്. അതെ. അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പേഴ്സണൽ ഫൈനാൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻഷുറൻസ്, ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്, അതെ, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടൊരു 10 പേര് അല്ലെങ്കിൽ ഒരു 5 പേരെങ്കിലും സ്റ്റാർട്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതല്ലാണ്ട് വെറുതെ കുറേ വീഡിയോസിൽ ഈ പറയുന്നത് തന്നെ പറഞ്ഞ് കേട്ടിരുന്നു കൊണ്ട് കാര്യമില്ല. സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങൂ നിങ്ങൾ, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ എന്നുള്ളതാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ എന്ത് കൺഫ്യൂഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവും. അതെ, അത് ഫീസായിട്ടോ അങ്ങനെ ഒന്നുമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ എല്ലാവരും എന്തായാലും 2026 ആവുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു തുടക്കം എന്നുള്ള നിലയിൽ ഒരു ആക്ഷൻ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. അതെ. അപ്പം യെസ്, ദിസ് ഈസ് വിഘ്നേഷ് സൈനിങ് ഓഫ് വിത്ത് ജിഷ്ണു സാർ. അപ്പം എന്തായാലും ഒരു പുതിയ സ്റ്റാർട്ടാവട്ടെ. ഇതുവരെ മാറ്റിവെച്ച പല കാര്യങ്ങളും നമ്മൾ മറക്കുക. ഇനി പുതിയൊരു ആക്ഷനിലേക്ക് നമ്മൾ പോകുമ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാമെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ മറന്നു പോകും. ഈ യൂട്യൂബ് സേവ് ചെയ്യുന്ന മറക്കണ്ട. അതേമാതിരി തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതാണ്. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻഫോർമേറ്റീവ്. Thank you. This is Vignesh signing off.